ആ ഇങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. പറയാം, കുഴപ്പമില്ല, പിടിച്ചോ. അപ്പോൾ നമ്മൾ നമ്മുടെ തേനീച്ചക്കൂട് തുറക്കാൻ പോവാണ്. കുറച്ച് തേൻ എടുക്കാനായിരിക്കും. ഇവിടെ അടുത്ത് കൊണ്ടാ സൗണ്ട് കേൾക്കി, എൻ്റെ വായ്ഭാഗത്ത് കൊണ്ടാ സൗണ്ട് കേൾക്കണ്ട. അതിൻ്റെ ഉള്ളിൽ നല്ല സ്ട്രോങ് ഉള്ള കോളനിക്കാണ് അങ്ങനെ സൗണ്ട് ഉണ്ടാവുള്ളൂ. ഈച്ചകളുടെ ചിറകടിക്കുന്ന സൗണ്ടാണ് അത് കേൾക്കുന്നത്. കുഴപ്പമില്ല. ഇതുകൊണ്ടോ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയ സമയത്ത് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഈ മുകളിലത്തെ അറയും താഴത്തെ അറയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, റാണിക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ. ആ മുകളിലത്തെ അറയിൽ ഉറുമ്പ് കയറിയിട്ട് തേനീച്ചനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണിച്ചു കൊടുക്കും. ഫോക്കസ് ചെയ്തിട്ട് ഇടക്കിടക്ക് ഇത് തേനീച്ച എന്താ ഉറുമ്പ് കാണിച്ചു കൊടുക്കും. എടുത്ത് കുടിക്കും. ആവാത്ത ഇത് തേനീച്ചനെ അവർ തിന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ഈച്ചയുടെ ചിറകും തലൊക്കെയാണ് കാണുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ കൂട് തുറന്നു നോക്കണം. ഞാൻ കുറേ കാലമായിട്ട് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വിട്ടുപിടി, കുഴപ്പമില്ല, അത് കംപ്ലീറ്റ് നമുക്ക് കട്ട് ചെയ്യാം. പായസം കിട്ടുമായോ? സ്പൂണായോ? അപ്പോൾ ഈ മുകളിലുള്ള തേന നമ്മൾ എടുക്കുന്നുണ്ട്. തേൻ നല്ല തന്നെ ആയിരിക്കും. കുഴപ്പമില്ല, ഫോക്കസ് ഇട്ടിട്ടുണ്ട്. വേറൊരു സ്പൂൺ കൊണ്ടുവരുന്നായിരുന്നല്ലേ? എടുത്തിട്ട് വരാം, കുഴപ്പമില്ല. ഒരു നല്ല ഈർക്കളി കിട്ടിയാലും മതി, കട്ട് ചെയ്യണ്ട. കണ്ടാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമില്ലല്ലോ. കടം കയറേ അടങ്ങിയിരി പറഞ്ഞതാണ്. ഉറുമ്പുണ്ട്. ഉറുമ്പ് ഇതുപോലുള്ള നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ചത്തിട്ട് ആ തേന് മാത്രം താഴത്ത് കൊലിച്ചെത്തും. മെഴുകൊക്കെ അവിടെ ഇരിക്കും ചെയ്യും. ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കാരണം തേനിന് ചെറിയൊരു ഇതുണ്ടാവും, പഴകിയ പോലത്തെ ടേസ്റ്റ് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം എടുത്തലുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം. അതുമാതിരി കൂട് ഉപേക്ഷിച്ച് പോയില്ലേ, മുമ്പൊരു കൂട് ഉപേക്ഷിച്ച് പോയിട്ടുള്ള തേനിൽ എടുത്തതിൽ കൂട്ടി കുറച്ച് തേനുണ്ടായിരുന്നേ. അതും ഇതേപോലെ തന്നെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, പഴകിയ തേനായിരുന്നു. ബാക്കിയൊക്കെ അവർ ക്ലീനാക്കും. ഒന്നും ഞെക്കണ്ട, പോസ് ചെയ്യണ്ട കേട്ടാ, പറയുമ്പോൾ ചെയ്താൽ മതി. ഇപ്പോൾ വരമ്മ വരാ കുറച്ച് കഴിയും. ഉണ്ടാണ്ടിരിക്കൊന്നും വേണ്ട, ഇരിക്കും. ഇതൊന്നുമില്ല, പ്ലേറ്റ് പിടിച്ചോ. തുറക്ക് കറക്റ്റ് ഉള്ളിലേക്ക് കാണിക്ക്. ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നല്ല സ്ട്രോങ് കൂടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത സമയത്ത് എന്താണ് ഫോക്കസ് ആവാത്തത്? തന്നെയാണ് ഫോക്കസ് ആവുന്നുണ്ടല്ലോ. തന്നെയാണ് കുറേ മുട്ടകളുണ്ട്. നല്ല കടി കിട്ടും. അവിടെ വെച്ച് പോയിക്കോ, സ്റ്റൂളുമേ.
ആ ഇവിടെ പുതിയ മുട്ടകൾ കാണാനുണ്ട്, ഇവിടെ കുറച്ച് പഴയ മുട്ടകളുണ്ട്, ഇടയിൽ റാണി മുട്ട ഉണ്ട്. കുറച്ചും കൂടി ഇങ്ങോട്ട് പിടിക്കും. ഈ കാണുന്നതിൻ്റെ ഉള്ളിലൊരു റാണി മുട്ട ഉണ്ട്. ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാ, അതുകൊണ്ട് സൂം ചെയ്യേ. ഈ കാണുന്നതാണ് റാണി മുട്ട. ഈ കാണുന്നത് ഇത് സ്ക്രീനിൽ എൻ്റെ മെഴുകാവും, അതുകൊണ്ടാണ് താത്തോട് സൂം ചെയ്യാൻ പറഞ്ഞത്. മതി, ഞാൻ ചെറുതായിക്കോ. ഈ കാണുന്നു, അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇവിടുന്ന് പോയിക്കോ. പിന്നെ കുറേ പൂമ്പൊടി ഉണ്ട്, കുറേ മുട്ട ഉണ്ട്. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കൂടുണ്ട്, അതിലേക്ക് നമുക്ക് കോളനി സെപ്പറേറ്റ് ചെയ്യും ചെയ്യാം. അത് ഇതൊന്ന് കളയട്ടെ, ഇതിൻ്റെ വേസ്റ്റ് ഒന്ന് കളയട്ടെ. ഇങ്ങോട്ട് പിടിക്കും. അത് തട്ടാൻ നിൽക്കണ്ട, അപ്പോൾ കൂടും. എന്നാരമ്മ വലിയ ഇടങ്ങാറാക്കല്ലേ. കുറച്ച് തേനും ഇതും കൂടി കൂട്ടി കുഴക്കണ, കുഴപ്പമില്ല. നമ്മൾ റാണിനെ കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് തേനെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ റാണിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ബുദ്ധിമുട്ടാണ്. പൂമ്പൊടി തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ കാണുന്നില്ല, ക്യാമറമാൻ ശരിയല്ല. റാണിനെ കണ്ടെത്തട്ടെ ഞാൻ. കിടക്കണത് കാട്ടിട്ടാ. കുറച്ച് തേന് നമ്മൾ അവിടെ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട്. അയ്യോ, കിട്ടുണ്ടാവല്ലോ. വില ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ കോണാക്കി കൂട്ടിരിക്കല്ല കേട്ടോ. ഈ സൈഡിൽ എന്നെങ്കിലാണ് ഞാൻ കാണുന്ന വ്യൂവിൽ മാക്സിമം കിട്ടാൻ വേണ്ടി നോക്ക്, അല്ലെങ്കിൽ കിട്ടൂല. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കോളനി പിരിക്കലിൻ്റെ ഭാഗമായിട്ട് തുറക്കാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. കുഴപ്പമില്ല, എടുക്കടോ. ആ കൂട് കാണിക്ക്, കുടം കാണിക്ക്. ഈ കൂട് നമ്മളിപ്പോൾ തുറക്കണില്ല, രണ്ടും അടുത്തടുത്തായതുകൊണ്ട് തേനീച്ചകൾ ആകെ പുറത്ത് വന്നിട്ട് തല്ലുണ്ടാവാൻ തുടങ്ങും. അങ്ങനെ കുറേ എണ്ണം ചാവാൻ സാധ്യതയുണ്ട്. ആ സാധനമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. കുപ്പി ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂട് പിരിച്ച് റാണിമുട്ട വെച്ചതായിരുന്നു. അത് എന്നിട്ട് ആദ്യത്തെ റാണിമുട്ട വരുന്നില്ല, ഫെയിലായി. വീണ്ടും നമ്മൾ കുറേ മുട്ടകളുള്ള സമയത്ത് വേറെ കൂട്ടിൽ നിന്ന് കുറച്ച് മുട്ട കൊടുന്ന് വെച്ച് അതിൽ റാണിമുട്ട ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ വിജയിച്ച കൂടാണ്. തുറക്കാൻ കുഴപ്പമില്ല, തുറക്കണ്ട. ഇത് പിടിച്ചില്ല, വീടിയല്ലേ. ഇപ്രാവശ്യം ഇത് തുറന്നപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. പിടിച്ചോ വീടെടുത്തോ.